എല്ലാവർക്കും നമ്മളൊരു സ്പെഷ്യൽ ഷോ ആണ്. ആഫ്കോൺ പ്രിവ്യൂ ചെയ്യണമെന്ന് സുദീപിന് ആഗ്രഹം. സുദീപിന്റെ ആന്റി കൊളോണിയൽ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ്. അങ്ങനെ സുദീപ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തു. സ്വരൂപ് പ്രിപ്പയർ ചെയ്തതിനെക്കാട്ടും സ്വരൂപ് പോയി പുതിയ ഷർട്ട് മേടിച്ചു, ആഫ്കോൺ ഷർട്ട് മേടിച്ചു. ഓബിൻ എന്താ ബാനറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താ അറിയോ, നമ്മൾ എക്സ്പെർട്ട് അനാലിസിസ് ഒന്നും അല്ല. കഴിഞ്ഞ ആഫ്കോൺ അല്ലെ സുദീപ്, നമ്മള് എല്ലാരും ആഫ്കോൺ സീസണിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഡിസ്ട്രാക്ഷനെ പോലെ എന്തിനാണ് ഇവർ അങ്ങോട്ട് പോകുന്നത്, എന്തിനാണ് ഇവർ അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഒരു ഐഡിയ അല്ലാതെന്ന് തോന്നി. അവർക്ക് അതൊരു വലിയ കാര്യമായിരിക്കും. അതായത് സലയ്ക്കാണെങ്കിലും മാനേക്കാണെങ്കിലും പണ്ട് കെയ്റ്റയ്ക്കാണെങ്കിലും ആഫ്രിക്കൻ നേഷൻസിന് ഭയങ്കര ഒരു പ്രസ്റ്റീജിയസ് അല്ലെങ്കിൽ അവരുടെ ഒരു ടൂർണമെന്റ് ആണ് ശരിക്കും ആഫ്കോൺ. അങ്ങനെ അത് വെച്ച് നമ്മൾ കണ്ടപ്പോ ഇറ്റ് ഇസ് ക്വൈറ്റ് എന്റർടൈനിങ്. ഗ്രൂപ്പ് സ്റ്റേജസ് മേ നോട്ട് ബി അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിലും ഒരു ബയസ് ഇല്ലാണ്ട് കണ്ടാല് ഇപ്പൊ നോക്കിയ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജും ഏകദേശം കണക്കാം. ഒരു ക്വാളിറ്റി വൈസ് ഇതില്ല. യൂറോ മേ ബി വെൻ ഇറ്റ് വാസ് 16 ടീംസ് യൂറോ വാസ് റിയലി ഗുഡ്. 4 ഗ്രൂപ്പ് 16 ടീംസ് എവറി ഗെയിം മെന്റ്. ബട്ട് ഇപ്പം യൂറോവും എക്സ്പാൻഡ് ആയി. സോ ഇന്റർനാഷണൽ ടൂർണമെന്റ്സിൽ ആഫ്കോൺ ഈസ് പ്രീമിയർ ടൂർണമെന്റ് തന്നെ നമുക്ക് പറയാം. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ബേസിക്കലി ഒന്ന് സംസാരിച്ച് പോവാം. വിച്ച് അതർ ടീംസ് കാണുന്നവർക്കായി ഫാൻ കോഡിൽ ലൈവ് ഉണ്ട്. അപ്പോ അത് എല്ലാരും കാണുക. ഇപ്പം ഒരുപാട് ലിവർപൂൾ ഫാൻസ് അല്ലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. വേറെ ഏതെങ്കിലും ആഫ്രിക്കൻ നമ്മുടെ പ്ലേയേഴ്സ് ഇല്ല അല്ലെ നമുക്ക് ഇത്തവണ? നമുക്കില്ല. അപ്പോ നമുക്ക് ഗ്രൂപ്പ് വൈസ് പോവാം അല്ലെ സുദീപ്? അതെ, ഗ്രൂപ്പ് വൈസ് പോവാം. അത് മാത്രമല്ല, ഈ ഫാൻ കോഡിന്റെ കാര്യം പറഞ്ഞു. ഫാൻ കോഡിൽ വളരെ ചീപ്പാണ് റേറ്റ്. 89 രൂപയ്ക്ക് നമുക്ക് ഫുൾ ടൂർണമെന്റിന്റെ പാസ് കിട്ടും. അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാച്ച് നമുക്ക് കാണാം. യാതൊരു പ്രശ്നമില്ല. എല്ലാവരും മാച്ച് കാണാം. നമ്മളൊക്കെ മാച്ച് കാണാനിരിക്കുകയാണ്. ഫാൻ കോഡിന്റെ സ്പോൺസേഴ്സ് ഒന്നും അല്ല കേട്ടോ, ഇത് നമുക്ക് വെറുതെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഷോ ആണ്. എനിവേ വിൽ ഗോ ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പ്. ഐ തിങ്ക് ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് മൊറോക്കോ, മാലി, സാംബിയ, കൊമോറോസ്. കൊമോറോസിനെ കുറിച്ചും സാംബിയയും കുറിച്ച് നമുക്ക് അധികം പറയാനില്ലെങ്കിലും ഐ തിങ്ക് വി ക്യാൻ ടോക്ക് അബൌട്ട് മൊറോക്കോ. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറ്റവും നല്ല പെർഫോമൻസ്, എനിക്ക് സർപ്രൈസിങ് പെർഫോമൻസ് ആയിരുന്നു മൊറോക്കോന്റെ. ലിവർപൂളിലെ പഴയ ഫാൻസിന് ഓർമ്മയുണ്ടെങ്കിൽ നബിൽ എൽസാർ മൊറോക്കൻ പ്ലെയർ ആയിരുന്നു. പിന്നെ ഒരു പ്ലെയറും കൂടി ഉണ്ടായിരുന്നല്ലോ, അസൈദി. അപ്പോ യെസ്, ഓബിൻ ടേക്ക് ഓവർ. അത് മാത്രല്ല, മൊറോക്കോനെ കുറിച്ച് പറയുമ്പോൾ അത് മാത്രല്ല, ഇത്തവണത്തെ ഹോസ്റ്റ് നേഷൻ കൂടിയാ. ലാസ്റ്റ് സീസൺ ഫൈനലിസ്റ്റ്. അത് തന്നെ ഹോസ്റ്റ് നേഷൻ എന്നൊക്കെ പറയുമ്പോ ആക്ച്വലി അവർക്കും ബൈ ലക്ക് എന്ന് പറയാം ഹോസ്റ്റ് നേഷനായിട്ട് കിട്ടിയത് തന്നെ. ആക്ച്വലി ഇവരല്ലായിരുന്നു ഇനീഷ്യലി ഇത് പ്ലാൻ. പിന്നെ അവിടെ ബാക്കിയുള്ള ഒറിജിനൽ ഹോസ്റ്റിന്റെ മെല്ലേപ്പോക്ക് കാരണം ഇവർക്ക് കിട്ടിയതാണ്. സോ എല്ലാം കൊണ്ട് എന്താ പറയാ, അവർക്കും ഒരു എക്സ്ട്രാ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന പോലെയാണ് ഇപ്പം ഈ എൻറ്റയർ ആഫ്കോൺ. ആൻഡ് ദേ ആർ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് നൗ. ഓൾറെഡി അവരുടെ സ്റ്റാർ സ്റ്റഡഡ് ലൈനപ്പ് ഉണ്ട്. അതിന്റെ കൂടെ സ്വന്തം നാട്ടില് എന്നാവുമ്പോ ആ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൂടി വരാനുണ്ട് അവർക്ക്. അവർക്ക് ഉള്ളതിൽ ഇപ്പം ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറയാൻ, ബിഫോർ ദാറ്റ് ആക്ച്വലി നമുക്ക് കുറെ പ്ലേയേഴ്സ്, പരിചയമുള്ള കുറെ പ്ലേയേഴ്സ് നമുക്ക് കാണാം. ഹക്കീമി ഓഫ് കോഴ്സ് ദ ക്യാപ്റ്റൻ. പക്ഷെ ഹക്കീമിക്ക് ഇഞ്ചേർഡ് ആണ്. ഹി സ്റ്റിൽ ഇൻ ദ സ്ക്വാഡ്. ആദ്യത്തെ 2-3 കളി എന്തായാലും കളിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് അല്ലേ, എങ്ങനെയായാലും അവര് ക്വാളിഫൈ ആവും. അപ്പം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി ഫ്രം ക്വാർട്ടർ ഫൈനൽസ് ഓൺവേർഡ്സ് ഹക്കീമി കളിക്കുമായിരിക്കും. അതിനുള്ള ഏബിൾ ഡെപ്യൂട്ടിയും ഉണ്ട്. യൂഷ്വലി ഇപ്പം ആഫ്കോൺ എന്നൊക്കെ പറയുമ്പോൾ പല കൺട്രീസിനും ഫസ്റ്റ് 11 നല്ലതായിരിക്കും. സബ് എന്ന് പറയുന്നത് അത്ര പോപ്പുലർ ആയ പ്ലേയേഴ്സ് ആവാൻ സാധ്യതയില്ല പലർക്കും. പക്ഷെ മൊറോക്കോനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹക്കീമിയാണ് അവർ റൈറ്റ് ബാക്ക്. ഹക്കീമി ഇല്ലാത്തതുകൊണ്ട് മെസ്റാവി കളിക്കാൻ പറ്റും. സോ ഇറ്റ്സ് ഈക്വലി വെൽ ബാക്കപ്പ് ആണ് അവർക്കുള്ളത്. പിന്നെ പ്രീമിയർ ലീഗ് ഫാൻസിനാണെന്നുണ്ടെങ്കിൽ പല പേരുകളും പണ്ടത്തെ ഇപ്പോഴത്തെ പല പ്രീമിയർ ലീഗ് പ്ലേയേഴ്സ് അതിലുണ്ട്. റോമൻ സേസ് ഉണ്ട്, പഴയ വൂൾസ് പ്ലെയർ, ഇപ്പം ഖത്തറിലാണ് കളിക്കുന്നത്.
പിന്നെ അവരുടെ സെന്റർ ബാക്ക് പെയറിംഗ് എന്ന് പറയുന്നത് വെസ്റ്റ് ഹാമിൽ ഉണ്ടായിരുന്ന അഗാർഡ് ആണ്, ഇപ്പം മാർസയിലുണ്ട്. സോ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ലൈനപ്പ് ഉണ്ടാവും. പ്രോബബ്ലി ആയിരിക്കും ക്യാപ്റ്റൻ തോന്നുന്നു അല്ലെ, ഹക്കീമി ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും ബനു ആയിരിക്കും ക്യാപ്റ്റൻ. യസീൻ ബനു, ഗോൾ കീപ്പർ. ബ്രിയാം ഡിയാസ് ഉണ്ട്, റയൽ മാഡ്രിഡ്. ബ്രിയാം ഡിയാസ് ഉണ്ട്. ആക്ച്വലി അവരുടെ സ്റ്റാർ സെറ്റഡ് ലൈനപ്പ് തന്നെയാണ്. സെൻട്രി ഒക്കെ ആണെങ്കിൽ നല്ല പ്ലേയേഴ്സ്, നല്ല കിടിലൻ ടീമാണ് അവരുടെ, സംശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫേവറേറ്റ്സ് തന്നെയാണ്. കാരണം മൊറോക്കോയില് കളിയാണ്. അവര് വേൾഡ് കപ്പില് നമ്മള് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അംറബാറ്റിനെ ഇത് നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് കേം ഇൻ ഫോർ ഹിം. അവര് നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്വരൂപ് എന്താ പറയുന്നത്? മൊറോക്കോ അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജ് എങ്ങനെയും ഈസി ആയിട്ട് കയറി പോവാം. പിന്നെ ഹക്കീമിയുടെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. അയാളുടെ റിക്കവറി എങ്ങനെയാവും അറിയില്ല. ഇനിയിപ്പോ ഡ്രസ്സിംഗ് റൂം പ്രസൻസിന് വേണ്ടിയിട്ടാണ് മെയിൻലി. പിന്നെ ക്ലബ് ആണെങ്കിൽ മാത്രമേ ക്ലിയറൻസ് എത്രണ്ടും കമ്മ്യൂണിക്കേറ്റഡ് ആവും ശരിക്ക്. ക്ലബിന് അത് നല്ല പ്രിയോറിറ്റി ആണല്ലോ. അപ്പൊ ആ രീതിയിലും നടക്കുന്നുണ്ടോ അവർക്ക് ഡിസ്കഷൻ? അത് പറഞ്ഞിട്ട് തന്നെയാവും വിട്ടിട്ടുണ്ടാവുക. പിന്നെ ഗ്രൂപ്പ് എയിലുള്ള ടീം മാലിയാണ്. മാലി പണ്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് ടീം. എനിക്ക് നമ്മുടെ ഒരു പ്ലെയർ മാലിയിൽ ഉണ്ടായിരുന്നു. എനിക്ക് ആരാണോ, സിസോക്കോ ആണോ? സിസോക്കോ മാലി ആയിരുന്നു, പഴയ സിസോക്കോ. അല്ല, മോമോ സിസോക്കോ. DM അല്ലേ? നമ്മുടെ ബെസ്റ്റ് മിഡ്ഫീൽഡ് ഇൻ ദി വേൾഡ് നമ്മൾ പാട്ട് പാടിയിരുന്ന സമയത്ത്. അതെ. അവർക്ക് വേറെയുള്ള മാലിക്കുള്ള പ്ലേയേഴ്സ് പിന്നുള്ളത് ബിസൂമയാണ്. ബിഗൻ ഹി ഈസ് ഓൾസോ ഇഞ്ചേർഡ്. ഐ തിങ്ക് ഹി ഈസ് നോട്ട് ഫുള്ളി ഫിറ്റ്. പിന്നെ ബാലഗോൻ ഉണ്ട് ഫോർവേഡ് ആയിട്ട്, യൂറോപ്പിൽ കളിക്കുന്ന. ബാക്കിയെല്ലാം ലോക്കൽ പ്ലേയേഴ്സും ആഫ്രിക്കൻ ലീഗ്സിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. ബട്ട് കമ്പയർഡ് ടു സാംബിയ ആൻഡ് കൊമോറോസ്, എനിക്ക് തോന്നുന്നു മാലി ആൻഡ് മൊറോക്കോ വിൽ ഗോ ത്രൂ. ഇനി എല്ലാ മോസ്റ്റ് ലിവർപൂൾ ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമായിരിക്കും ആഫ്രിക്കൻ നേഷൻസിൽ ഈജിപ്റ്റ്. റെക്കോർഡ് ഹിസ്റ്റോറിക് വിന്നേഴ്സ്. അല്ല, മൊറോക്കോനെ കുറിച്ച് ഒരു ഇത് പറഞ്ഞാൽ, മൊറോക്കോ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ലോണം അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീമാണ്. ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് നല്ല രസമായിരിക്കും കേട്ടോ. അവരുടെ മാച്ചുകളൊക്കെ നമ്മൾ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റിയ നല്ല രസമായിരിക്കും. നമ്മൾ ഇപ്പൊ ടാലൻസ്, അവരുടെ പ്ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നല്ല രസമുള്ള പ്ലേയേഴ്സ്, എല്ലാവരും നമുക്ക് പരിചയമുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അവരാ അറ്റാക്കിംഗ് സ്റ്റൈൽ മിക്കവാറും ആഫ്രിക്കയിലും മറ്റു ടീംസ് ഒക്കെ നോക്കിയാൽ ഡിഫൻസ് വെച്ച് കളിക്കുന്ന ടീമുകൾ. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് നല്ലോണം അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന നല്ല എക്സൈറ്റിംഗ് മാച്ചസ് ആയിരിക്കും. ടെക്നിക്കലി പാറ്റ്സൺ ഡാക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ സാംബിയയില്. അതെ, സാംബിയയില് നല്ല പ്ലേയേഴ്സ് അങ്ങനെ കുറച്ച് പേരുണ്ട്. മൊറോക്കോ വെച്ച് നോക്കുമ്പോൾ പലർക്കും യൂറോപ്യൻ എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പം സെവിയയുടെ ഇപ്പോഴല്ല, എക്സ് സെവിയ, എൽ നെസറി, പിന്നെ ലെസ്റ്ററില് ഇപ്പൊ ലോണിലാണെന്ന് തോന്നുന്നു, സ്റ്റോട്ട്ഗാർട്ടിലെങ്ങാനും, അൽക്കനൂസ്. അവർക്ക് യൂത്തും ഉണ്ട്, അത്യാവശ്യത്തിന് യൂത്ത് പ്രസൻസും ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സും ഉണ്ട്. Anyway, we'll move to Group B. Group B ല് again ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ലിവർപൂൾ ഫാൻസ് ഏറ്റവും ഉറ്റുനോക്കുന്ന മുഹമ്മദ് സലാന്റെ ഒരു നമുക്കധികം ബാധിക്കാത്ത, അല്ലെങ്കിൽ മുഹമ്മദ് സലഹിനെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് റെക്കോർഡ് വിന്നേഴ്സായ ഈജിപ്റ്റ് ഇതുവരെ സലയുടെ കീഴിൽ ആഫ്കോൺ അടിച്ചിട്ടില്ല. അപ്പോ ദിസ് ഇസ് ഹിസ് വൺ ഓഫ് ഹിസ് ലാസ്റ്റ് ചാൻസസ്. പ്രോബ്ലി നെക്സ്റ്റ് ആഫ്കോൺ കൂടി കളിക്കുമായിരിക്കും സ്റ്റിൽ. ആൻഡ് ഈജിപ്റ്റ് എന്താണ് സുദീപ് പറഞ്ഞോ? ഈജിപ്റ്റ് ഇത്തവണ ഫേവറേറ്റ്സിൽ പെട്ടതാണ്. നമ്മൾ ഈ അടുത്ത വർഷങ്ങളിലൊക്കെ അവര് ഫൈനലിൽ എത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. 7 തവണ ആഫ്കോൺ ജയിച്ചിട്ടുണ്ട്. ഇത്തവണ സല, നമ്മള് മെസ്സിയെ കുറിച്ച് പറയാറുണ്ട്, മെസ്സിക്ക് വേണ്ടി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ പോലെ സലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണിത്. ആഫ്കോൺ ടൈറ്റിൽ അടിക്കുക എന്നുള്ളത് ഇപ്പോ നല്ല ടൈമാണ്. അതിന് പറ്റിയ ടീം ഇപ്പൊ ഉണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ തവണത്തെ ടീം വെച്ച് അവര് നന്നായിട്ട് കളിച്ചെങ്കിലും ഇത്തവണ അതിലും നല്ല ടീമാണ് അവരുടെ. ഇപ്പോ നമുക്കറിയാം ഒരുപാട് സ്റ്റാർ പ്ലേയേഴ്സ് അവരുടെ ടീമിലുണ്ട്. മാത്രമല്ല
അവരുടെ കഴിഞ്ഞ അവിടുത്തെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫെൻസീവ് ഒക്കെ ആയിട്ടുള്ള കളിക്കുന്ന സ്റ്റൈലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ മാനേജർ വന്നപ്പോ ഹൊസാം ഹസൻ 2024 അവരുടെ മാനേജർ ആയത്. അതിനുശേഷം അവരുടെ സ്റ്റൈൽ മാറി. പുള്ളി ഈജിപ്തിന്റെ റെക്കോർഡ് ഗോൾ സ്കോററാണ്. അപ്പൊ ആള് അറ്റാക്കിങ് കളിക്കുന്ന പ്ലെയർ ആയിരുന്നു. അപ്പൊ അയാൾ ആ സ്റ്റൈൽ തന്നെയാണ് ടീമിൽ കൊണ്ടുവന്നേക്കുന്നത്, നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന രീതിയിൽ പ്രസ്സിംഗും ഒക്കെ ആയിട്ട്. അപ്പൊ സലയ്ക്ക് പരമാവധി ചാൻസ് കിട്ടുക, ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് സലയ്ക്ക് ഗോൾ അടിക്കാൻ സാധ്യത കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല അതിനെ സലയെ കോംപ്ലിമെന്റ് ചെയ്യാൻ നല്ല അറ്റാക്കിംഗ് പ്ലേയേഴ്സ് വരെ ഉണ്ട്. നമുക്കറിയാം സിറ്റിയിലെ മാൻ സിറ്റിയിലെ മർമൂഷ് ഉണ്ട്, അതുപോലെ നാൻഡസ് ഫ്രഞ്ച് ലീഗിലെ അവിടെ മുസ്തഫ മുഹമ്മദ് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള സ്ട്രൈക്കറാണ്, നല്ല ഫോർവേഡ്, സെന്റർ ഫോർവേഡ്. അയാള് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അയാള് ഒരു ടാർഗറ്റ് മാൻ പോലെയും ഒക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റും. അപ്പം മർമൂഷിനായാലും സലക്കായാലും ക്രോസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒക്കെ അങ്ങനെ. ഇപ്പൊ ഫ്ലാങ്സിലൂടെയാണ് ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ വെച്ചാണ് അവരുടെ മെയിൻ കളി. മാത്രമല്ല അവരുടെ വേറെ പ്ലേയേഴ്സും ഉണ്ട്. ട്രെസഗെ ഉണ്ട്, എമ മഷോർ, അൽ അഹ്ലിയുടെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. നമ്മള് പ്രീമിയർ ലീഗിലൊക്കെ പറയുന്ന പോലെ തന്നെ അൽ അഹ്ലി ഈജിപ്തിലെ ഏറ്റവും ടോപ്പ് ക്ലബ്ബാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ക്ലബ്ബാണ്. അപ്പൊ അതിലെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അതില് ഈജിപ്ഷ്യൻ ലീഗിൽ കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് ആണ് ബാക്കിയുള്ള ഇതിലൊക്കെ ഉള്ളത്. അവരുടെ മിഡ്ഫീൽഡ് പറഞ്ഞ പോലെ കുറച്ച് കൺസർവേറ്റീവ്, അങ്ങനെ ക്രിയേറ്റിവിറ്റി ഒരുപാടൊന്നും മിഡ്ഫീൽഡിൽ നിന്ന് അങ്ങനെ വരുന്ന ഒരു സ്റ്റൈലല്ല അവരുടെ. അതുകൊണ്ട് തന്നെ ഫ്ലാങ്സ് ഉപയോഗിച്ച് വിഡ്ത്ത് ഉപയോഗിച്ചൊക്കെ കളിക്കാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഫക്റ്റും ഉണ്ട് കേട്ടോ. സല ഈ മാനേജറുടെ കീഴിൽ 10-ലധികം ഗോൾ അസിസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ 2024 ശേഷം കളിക്കുന്നതില്. അപ്പൊ സലയ്ക്ക് വളരെ നിർണായക. അപ്പൊ സലയുടെ ഫോം അനുസരിച്ചാണ് ഈജിപ്തിന്റെ ചാൻസ് നമ്മള് ലിവർപൂളില് നോക്കുമ്പോ സീസൺ അധികം കളിച്ചിട്ടില്ല. മാർമൂഷ് ബെഞ്ചിലായി ഇഞ്ചേർഡായി. ഫുൾ ഫിറ്റ് ആയി കറക്റ്റ് ആഫ്കോണിന് വേണ്ടിയിട്ടാണ് ആള് റെഡി ആയി വന്നേക്കുന്നത്. മർമൂഷ് കളിച്ചില്ലെങ്കിൽ അവിടെ മറ്റേ ട്രെസഗെ കളിക്കാറുണ്ടായിരുന്നു കുറെ. പിന്നെ ഇബ്രാഹിം അഡേൽ, അത് നല്ല കിടിലനൊരു വിങ്ങറാണ് അവരുടെ ഇബ്രാഹിം അഡേൽ. അയാളും കളിക്കാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ മർമൂഷിനെ എന്തായാലും ഈ അഫ്കോണിൽ കളിപ്പിക്കാതിരിക്കില്ല, അയാള് സ്റ്റാർട്ട് ചെയ്യും എന്തായാലും, ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അവര് മിക്കവാറും എന്താ പറയാ ഈ സല ആൻഡ് മർമൂഷിനെ കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് കളിക്കാനായിരിക്കും ചാൻസ്. മോസ്റ്റ്ലി മുസ്തഫ മുഹമ്മദ് നാൻഡസിലും മുസ്തഫ മുഹമ്മദിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് തൊട്ട് ബാക്കിലായിട്ട് ഒരു 2 നമ്പർ 10 പോലെയുള്ള റോളില്ലേ, ആ കൈൻഡ് ഓഫ് റോളില് സലനെയും മർമൂഷിനെയും ക്ലോസർ ടു ദ ബോക്സ് അത് കളിക്കാനായിരിക്കും ചാൻസ്. കാരണം അവർ വിങ് ബാക്ക് ആണ് യൂഷ്വലി വിടുത്ത് കൊടുക്കാറ്. അതെ. അപ്പൊ ഈ 4-2-3-1 കുറച്ചും കൂടി ഈ 3-ലെ 2 വൈഡിൽ ആൾക്കാർ കുറച്ച് ഉള്ളിലേക്ക് കയറി അങ്ങനെ ഒരു 3 ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അങ്ങനെയുള്ള ഇതിലായിരിക്കും കുറച്ച് നാരോ ആയിട്ട് നിന്ന് അല്ലെ. അവര് ഇത്തിരി കൂടി ഡീപ്പർ ആയിട്ടല്ലേ കളിക്കാറ് ഡിഫെൻസീവ്ലി. കഴിഞ്ഞ മാനേജർ വാസ് വെരി ഡിഫെൻസീവ്. പിന്നെ നമുക്ക് ആഫ്രിക്കൻ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് മൊമെന്റ്സ് ഇൻ ആഫ്രിക്കൻ ഫുട്ബോൾ വാസ് 2010 വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഗോൾ ഷബലാല ബഫാന. പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ ടോപ്പ് സ്ട്രൈക്കേഴ്സ് ബെന്നി മക്കാർത്തി കളിച്ചുകൊണ്ടിരുന്ന സൗത്ത് ആഫ്രിക്ക. സ്വരൂപ പറഞ്ഞോ. സൗത്ത് ആഫ്രിക്ക സ്ക്വാഡ് ഞാൻ മൊത്തത്തിൽ ഒന്ന് നോക്കി, അതിൽ കൂടുതലും അവര് സൗത്ത് ആഫ്രിക്കൻ ലീഗിൽ തന്നെയാണ് പ്ലേയേഴ്സ് എല്ലാം ഓൾമോസ്റ്റ്. ബേൺലിയുടെ സ്ട്രൈക്കർ ഫോസ്റ്റർ ആണ് അവരുടെ മെയിൻ സ്ട്രൈക്കർ. അയാൾ മാത്രമേ ഉള്ളൂ പ്രീമിയർ ലീഗില് എന്ന് ഉള്ള ഒരു ആള്. പിന്നുള്ളതെല്ലാം അവരുടെ മറ്റേ ഒർലാൻഡോ പൈറേറ്റ്സിലത്തെ ആണ് ഒട്ടുമിക്ക സ്ക്വാഡും കയറി വന്നേക്കണേ. ഇപ്പൊ മിഡ്ഫീൽഡിൽ ശരിക്കും ഒർലാൻഡോന്റെ പ്ലേയേഴ്സ് അല്ല, 2 DM. ഇവര് നമ്മുടെ ക്ലോപ്പന്റെ സ്റ്റൈലൊക്കെ നമ്മൾ കാണാറില്ല, മറ്റേ പ്രസ്സിങ് ഫുട്ബോൾ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവരുടെ ബേസിക്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കൂടി പ്രസ് ചെയ്ത് ബോള് റിട്രീവ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, ആ ഒരു ഗെയിമാണ്. ബട്ട് ഡിഫെൻസീവ്ലി ഇത്തിരി കൂടി സോളിഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡിഫെൻസീവ് സ്ട്രക്ചർ നല്ലോണം കീപ്പ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. പിന്നെ ഇതേപോലെ കൗണ്ടർ പ്രസ്സിങ്,
ബോള് റിട്രീവ് ചെയ്യുക, അത്യാവശ്യം അവർക്ക് കൺട്രോൾ ചെയ്യാനും പോയിട്ടും ബോള്. അങ്ങനെയുള്ളൊരു കളിയാണ്. ഡാർക്ക് ഹോഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആഫ്കോണിന്റെ ഒരു ഡാർക്ക് ഹോഴ്സ് ആണ് സൗത്ത് ആഫ്രിക്ക. എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് അവരുടെ ടാക്ടിക്കലി ആണെങ്കിലും ആ ഒരു ഒരേ ലീഗിലല്ലേ കളിക്കുന്നവരെല്ലാരും, ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഗ്രൂപ്പ് ബിയില് മറ്റു ടീമുകളായിട്ട് പറയാനുള്ളത് അങ്കോള, പിന്നെ ഐ തിങ്ക് സിംബാബ്വെ അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് അങ്കോള ആൻഡ് സിംബാബ്വെ. How far they're good. Zimbabwe is supposed to be the weakest team in the AFCON എന്നാ പറയുന്നത്. I think ഈ ഗ്രൂപ്പിൽ നിന്നും we can confidently say that I think Egypt and South Africa will go through. ഇതില് ആര് ഫസ്റ്റ് ആവും എന്നുള്ളത് മാത്രമേ ഒരു എന്റെ ഇതില് സൗത്ത് ആഫ്രിക്ക ഈജിപ്തിന്റെ മുകളിൽ ഫിനിഷ് ചെയ്യും ഗ്രൂപ്പ് സ്റ്റേജിൽ എന്നാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. ഐ ആം വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. അപ്പോ സ്വരൂപ് സ്ലോട്ട് ഇന്നും സല ഔട്ടാണ്. അങ്ങനെയല്ല, അങ്കോളയില് ചില നല്ല പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. അങ്കോളയില് ക്ലിന്റൺ മെക്ക എന്ന് പറഞ്ഞ ഡിഫൻഡർ ഉണ്ട്, ലിയോണില് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അതുപോലെ പോർട്ടോന്റെ ഡിഫൻഡർ ആയിട്ടുള്ള ഡേവിഡ് കാർമോ, ആള് അതിലുണ്ട്. കാഗ്ലാരിയുടെ വിങ്ങർ ഉണ്ട്. പോർട്ടോയില് തിയാഗോ സിൽവ തിരിച്ചു വന്നു. ഓഫ് ടോപ്പിക് ആണ്. We'll go to Group C. Group C, one of the favorites again, Nigeria. And Nigeria, I think in Nigeria, the forwards are one of the best forward line in AFCON and in the world. In the sense, അവർ എവിടെ കളിച്ചാലും ഒസിമൻ ആൻഡ് ലുക്മൻ. ലുക്മൻ African player of the year ആണ് ഇപ്പത്തെ. And Osimhen, you know how good he is. And Onyeka ഉണ്ട്, ബ്രെഡ്ഫോർഡ് Onyeka ഉണ്ടല്ലേ, NDD ഉണ്ട്, lot of good players. Good players. See, Nigerian team. See, Nigeria is one of the most successful compared to most successful countries as such in Africa. They were a very rich country. അവരുടെ ടീം എടുത്ത് നോക്കിയാൽ തന്നെ യു വിൽ ഫൈൻഡ് ഇവോബി, അസിംഹൻ, ലുക്മൻ, ഇജൂക്കെ, ബാസി, എല്ലാവരും സ്റ്റാർ സ്റ്റഡഡ് ടീം. പക്ഷെ അഗൈൻ ഈ സ്റ്റാർ സ്റ്റഡഡ് ടീം വരുമ്പോൾ ഒരു പ്രശ്നം അവർക്കുള്ളത് ഈ ഈഗോസും. വെരി ഒരു യൂണിറ്റി ഇല്ലാത്ത ടീമാണ്. എപ്പോഴും ഒസിമൻ ആണ് അവിടുത്തെ താരം. അപ്പൊ ഒസിമനും ലുക്മന്റെ ഈഗോസ് മാച്ച് ചെയ്യാനും. നല്ല അറ്റാക്ക് ഉണ്ട്, ഡിഫൻസ് വലിയ സുഖമില്ല, മിഡ്ഫീൽഡ് ഇല്ല. സോ ബേസിക്കലി ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവർക്ക് വേൾഡ് കപ്പ്, ഐ ഡോണ്ട് തിങ്ക് നൈജീരിയ ക്വാളിഫൈഡ് ഫോർ ദ വേൾഡ് കപ്പ്. ഈ ഒരു വിഭാഗീയത വളരെയധികം നിൽക്കുന്ന ഒരു ടീമാണ് നൈജീരിയ. സോ ഇഫ് ദേ ഹാവ് ടു വിൻ, ഒരു ടൂർണമെന്റ് ജയിക്കാനുള്ള ഒരു പവർ അവർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇഫ് ദർ ഫോർവേഡ്സ്, എന്താ പറയാ, ഫോർവേഡ്സ് ഇതിനേക്ക് ഒരു ഗോൾ സ്കോറിംഗ് ഫോമിലേക്ക് വന്ന് പ്യോർലി ഓൺ ദ ബേസിസ് ഓഫ് ഒസിമൻ ആൻഡ് ലുക്മൻ, ഇഫ് ദേ ക്യാൻ ബിൽഡ് എ ടീം, then definitely they have a chance. Pinnilla team, I think Uganda and Tanzania, which I don't think they are good. When I research ചെയ്തപ്പോൾ അവർക്ക് വലിയതില്ല. പിന്നെയുള്ള ടീമാണ് കോങ്കോ, അല്ല ടുണീഷ്യ. ടുണീഷ്യ അത്യാവശ്യം നല്ല ടീമാണ്. ടുണീഷ്യ, ഈജിപ്ത്, ടുണീഷ്യയിൽ ഞാൻ പറയാം, ടുണീഷ്യയിലുള്ള കളിക്കാരൊക്കെ പറയാം. ടുണീഷ്യനെ അവര് പറയുന്ന ആഫ്രിക്കയിലെ ഇറ്റാലിയൻ ടീം എന്നാ പറയാ. അങ്ങനെ എന്താ വെച്ചാ അവര് ഡിഫൻസീവ്ലി ഇറ്റാലിയൻസ് ഓഫ് ആഫ്രിക്ക എന്ന് പറയാം. അവര് നല്ല കിടിലൻ ഡിഫൻസ് അവരുടെ. അവര് നല്ല നല്ല കുറെ നല്ല പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ അവരുടെ മെയിൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ എലീസ് സ്കിരി. അത് ഫ്രാങ്ക്ഫർട്ടിന്റെ മിഡ്ഫീൽഡർ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ആളാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. ബേസ് അവരുടെ ടീമിന്റെ ആ ഡിഫൻസ് കാത്തു നിൽക്കുന്ന മിഡ്ഫീൽഡറാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ. പിന്നെ യസിൻ മരിയ ഉണ്ട്, ക്യാപ്റ്റനാണ് അവരുടെ സെൻട്രൽ ബാക്ക്. പിന്നെ ഹാനിബാൽ മിജ്ബ്രി, ബേൺലിയിലെ, അവൻ നല്ല കിടിലൻ പ്ലെയർ ആണ്. അതെ അതെ. പിന്നെ എലിയാസ് അച്ചോരി എന്ന് പറഞ്ഞ പ്ലേയേഴ്സ് ഉണ്ട്. FC ഓക്സ്ബർഗിലാണ് ഈ സാദ്, എലിയാസ് സാദ്.
അവരുടെ വിങ്ങറാണ്, വിങ് പ്ലേ ആണ് അവരുടെ മെയിൻ ത്രെറ്റ് വരുന്നത്. അവര് നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കാൻ വേണമെങ്കിൽ പറ്റും, കൗണ്ടർ അറ്റാക്സ് ഒക്കെയാണ് അവർ മെയിൻ. പക്ഷെ അവർ ഡിഫൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള ടീമാണ്. പക്ഷെ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അധികം ഗോൾ അടിക്കില്ല എന്നുള്ളതാണ് ഒരു മെയിൻ പ്രശ്നം. അതാണ് അവരുടെ ഒരു നെഗറ്റീവ്. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നൊക്കെ നല്ല രസമായിട്ട് ആ ടീംസിനെയൊക്കെ തോൽപ്പിച്ച് കയറി പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നാലും ഗ്രൂപ്പ് സ്റ്റേജില് എന്തായാലും ഈ നൈജീരിയയുടെ താഴെ വരാൻ സാധ്യതയുള്ളൂ. നൈജീരിയ തന്നെ ഗ്രൂപ്പിൽ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത. മറ്റ് രണ്ട് ടീമും ഉഗാണ്ടയും ടാൻസാനിയയും പറഞ്ഞ പോലെ ഭയങ്കര വീക്കാണ്. എന്തായാലും അവരുടെ മാനേജർ ഇതിനു മുമ്പ്, അല്ലെങ്കിൽ കോച്ച് സാമി ട്രബേൽസി, ആള് ഇതിനു മുമ്പ് അവരുടെ ആഫ്കോണിലൊക്കെ അവരെ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ തന്നെയാണ് 4-2-3-1 ആണ് അവർ കളിക്കുക. അവർക്ക് ഒരു ക്വാർട്ടർ ഫൈനൽസ് ഒക്കെ എത്താൻ സാധിക്കുമായിരിക്കും. നന്നായിട്ട് പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ സെമിയിലെത്തും. അത്രയൊക്കെയാണ് സാധ്യതകൾ. എന്തായാലും ടുണീഷ്യയുടെ മാച്ച്, ഞാനൊരു ഇറ്റലി ടീമിന്റെ ഫാനാണ്. ഞാൻ ഇത്തവണ ടുണീഷ്യയുടെ മാച്ച് ഞാൻ നല്ല ഫോക്കസോടെ കാണാൻ ആണ് ഇഷ്ടപ്പെടുന്നത്. എന്റെ വേൾഡ് കപ്പിൽ എന്റെ ഓർമ്മ, ഇഫ് ഐ എം നോട്ട് റോങ്, അവര് കളി മൊത്തം ഡ്രോ ആൻഡ് ബാർലി കൺസിഡർ എനി ഗോൾസ്. അതെ. അങ്ങനെയാണ് സ്ട്രോങ് ആയ ടീമായിരുന്നു. ആൻഡ് അഗെയിൻ ഐ തിങ്ക് ഓൾ ഓഫ് us will agree Nigeria and Tunisia will qualify from Group C. പിന്നെ ഒരു കാര്യം കൂടി, നേരത്തെ നൈജീരിയയുടെ കാര്യം പറഞ്ഞല്ലോ. നൈജീരിയ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തിട്ടില്ല, അവര് പ്ലേ ഓഫ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ നേരിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ല ഇതുവരെ. പ്ലേ ഓഫ്സ് കളിച്ച് ജയിക്കുകയാണെങ്കിൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാം. പക്ഷെ അതാണ് അവസ്ഥ, ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ആരാണ് പ്ലേ ഓഫ്സ് ഫേസ് ചെയ്യുന്നവര്? പ്ലേ ഓഫ്സിൽ ആരായിട്ടാണ് ഒന്ന് ചെക്ക് ചെയ്യണം. Okay, we'll move on to Group D and another favorites, Senegal. Star-studded lineup. ലൈക്ക് നൈജീരിയ. ശരി പറയുകയാണെങ്കിൽ നൈജീരിയക്കാളിലും വലിയൊരു സ്റ്റാർ നിരയാണ്. നമ്മുടെ ഇപ്പോ ഇൻഫോം ആയിട്ടുള്ള ഇല്ലേ, എവർട്ടന്റെ, കളിക്കും. ഇന്ത്യ ഉണ്ട്. മാനെ ഉണ്ട്, ജാക്സൺ, നിക്കോളസ് അലി, രണ്ട് സർ, മറ്റേ ടോട്ടനാമിന്റെ അതെ, നമ്മുടെ ക്രിസ്റ്റൽ പാലസിന്റെ അതെ, രണ്ട് സാറും ഉണ്ട്. അവിടുത്തെ ഫാമിലി നെയിം അല്ലായിരിക്കും. പിന്നെ സന്ദർലൻഡിന്റെ മറ്റേ ദിയാറ ഇല്ലേ, ദിയാറ ഉണ്ട്. പിന്നെ മറ്റേ ഫുൾ ബാക്ക് വിങ് ബാക്ക് ഇല്ലേ, ദിയൂഫ്, വെസ്റ്റാമിന്റെ വിങ് ബാക്ക് ഉണ്ട്. മറ്റേ എക്സ്എൽസി സെൻട്രൽ ബാക്സ് രണ്ടുപേരും. സെൻട്രൽ ബാക്ക് കൊലിബാലി മുഹമ്മദ് സാറും ആയിരിക്കും അല്ലേ? അതെ, അവർ രണ്ടുപേരും എക്സ് ചെൽസി അല്ലേ? ചെൽസി. പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ നിയാക്കറ്റ ഇല്ലേ, മൊണോക്കോയിലെ ലെഫ്റ്റ് ബാക്ക് ഉണ്ട്, ഇസ്മയിൽ ജേക്കബ്സ്. അതിപ്പോ ആ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അറിയാവുന്ന പ്ലേയേഴ്സാണ്. പിന്നെ ഒരു മെയിൻ അവരുടെ, എന്നാലും അവരുടെ ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലെയർ ഇനി നെക്സ്റ്റ് നമ്മൾ ഇനി ട്രാൻസ്ഫർ ഇതിലൊക്കെ വരാൻ പോകുന്ന ഒരു പേരാ പിന്നുള്ളത്, ലമീൻ കമേര. മെറ്റ്സിലെ പ്ലെയർ ആണ്. ഈ സെൻട്രൽ ആഫ്രിക്കൻ CAF യങ് പ്ലെയർ ഓഫ് ദി ഇയർ ആണ്. നല്ല ക്രിയേറ്റീവ് പ്ലെയർ ആണ്, പ്ലെയർ. മിഡ്ഫീൽഡർ അല്ലേ? അതെ. അയാള് ഇഞ്ചേർഡ് ആണോ എന്നൊരു സംശയമുണ്ട്. ഫിറ്റ്നസ് മീൻസ് സിറ്റുവേഷൻ എന്താന്ന് അറിയില്ല, നോട്ട് ഷുവർ അബൌട്ട്. പിന്നെ നമ്മുടെ സാഡിയോ ഉണ്ടോ? സാഡിയോ ഉണ്ട്. അവർക്ക് ആക്ച്വലി ഈ ഒരു എൻറ്റയർ ടൂർണമെന്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ത്രീക്ക് ഒരു സെലക്ഷൻ ഹെഡേക്ക് വരാൻ പറ്റുന്ന ഒരു ടീം എന്ന് പറയേണ്ടി വരും. മാനെ, ജാക്സൺ, ഇസ്മായിൽ യാസാറ്, എല്ലാവർക്കും ഓപ്ഷൻസ് ഉണ്ട്. അതൊരു ഗാലക്സിയാണ്. അത് ടീം ടു ബീറ്റ്, എല്ലാരും നോക്കിക്കാണുന്ന ഒരു ടീമാണ്. എന്തായാലും സെമിഫൈനൽ ഉറപ്പുള്ള ടീമാണ് സെനഗൽ. സെനഗൽ ഈ പറഞ്ഞ പോലെ കമ്പയർഡ് ടു നൈജീരിയ, സെനഗലിന് കുറച്ചും കൂടി കൊഹേഷനും ലീഡർഷിപ്പും ഉണ്ട്. കുലിബാലി ആണെങ്കിലും മാനെ ആണെങ്കിലും ജാക്സൺ ആണെങ്കിലും, ദേ ആർ മച്ച് മോർ എ കൊഹേസീവ് യൂണിറ്റ്.
ബട്ട് ഐ തിങ്ക് Young- പക്ഷെ ഏജ്ഡ് ആയി കുറെ പ്ലേയേഴ്സ് ഒക്കെ ലാസ്റ്റ്. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ എന്റെ ഒക്കെ നല്ല ക്യാരക്ടർ ഉള്ള പ്ലേയേഴ്സാ. അങ്ങോട്ട് ബ്ലീഡ് ചെയ്യും. ആണ്ട് ചോര തിളച്ച് കളിക്കുന്ന അവരുടെ ആൾക്കാരാണ്. എല്ലാവർക്കും ഉണ്ടാവും. അവരുടെ ടീം നോക്കി കഴിഞ്ഞാലേ നല്ല അവര് കളിക്കാറുള്ളത് ഒരു ഹൈ ഇന്റൻസിറ്റി പ്രസിംഗ് ഗെയിമാണ്. ഒന്നെങ്കിൽ 4-3-3 അല്ലെങ്കിൽ 4-2-3-1 ഫോർമേഷനിൽ. അത് മാത്രമല്ല അതിന് പറ്റിയ ടെക്നിക്കൽ സ്കില്ലുള്ള പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ഡിഫെൻസീവ് ആയിട്ട് ചെയ്യുന്ന ഡിസിപ്ലിൻ ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്, നല്ല സ്വിഫ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്സ് നടത്താനും ഒക്കെ പറ്റുന്ന നല്ല പ്ലേയേഴ്സ്. സാറിന്റെ ഒക്കെ അറിയാലോ, ക്രിസ്റ്റൽ പാലസിൽ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൗണ്ടർ അറ്റാക്സ്. എന്തായാലും എനിക്ക് തോന്നുന്നു സ്വരൂപിന്റെ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ച് ഇതാവുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെയുള്ള കോങ്കോ, ബെനിൻ, ബോട്സ്വാന. ആൻഡ് ഐ തിങ്ക് കോങ്കോ ഇസ് ബെറ്റർ കമ്പയർഡ് ടു ബെനിൻ ആൻഡ് ബോട്സ്വാന. ബെനിൻ എവിടെയാന്ന് ചോദിച്ചാൽ ഓബിനെ കാണിച്ചു തരാൻ പറ്റില്ല. കോങ്കോ അത്യാവശ്യം നല്ല ടീമാണ് കേട്ടോ. കഴിഞ്ഞ 2023 2023 അവര് സെമി ഫൈനലിസ്റ്റ് ഒക്കെ ആയിരുന്നു. ക്വാളിഫയേഴ്സിലൊക്കെ അൺബീറ്റൻ ആയിട്ടൊക്കെ ആയിരുന്നു. അവര് 2 തവണ ടൈറ്റിൽ അടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ആഫ്കോൺ അടിച്ചിട്ടുണ്ട് 1968 1974 സെമി ഫൈനലിലൊക്കെ എത്താൻ പറ്റുന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷയുള്ള ടീമാണ്. അവര് നല്ല ടാക്ടിക്, ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻ ടീംസ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡിഫെൻസീവ് ഇതിൽ കളിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ടീമാണ്. സോളിഡ് ഡിഫൻസ് ആണ്, കൗണ്ടർ അറ്റാക്സ് വെച്ചാണ് കളിക്കുന്നത്. അല്ലല്ല, മറ്റേ കോങ്കോ ഈസ് വൺ ഓഫ് ദി ബെറ്റർ ടീംസ്. ഡാർക്ക് ഹോർസസ് എന്ന് പറയാൻ പറ്റില്ല. അതായത് അതാണ് കോങ്കോനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. കോങ്കോന്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അവർക്ക് അറ്റാക്കിംഗ് പ്രോസ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. അവരുടെ ഡിഫൻസീവ് ഭയങ്കര സോളിഡ് ആയിരിക്കും. പക്ഷെ അവരെങ്ങനെങ്കിലും അറിയുന്ന പ്ലേയേഴ്സ് വാൻഡിസാക്കയാണ് അവരുടെ നമുക്ക് അറിയുന്നതിൽ മെയിൻ പ്ലേയേഴ്സ്. പിന്നെ ആക്സൽ ടുവാൻസെബെ, പിന്നെ അർദർ മസുവക്കോ, സണ്ടർലാൻഡിന്റെ കുറെ പ്ലേയേഴ്സ് പോയില്ല, അതിലൊരു പ്ലെയർ ആണ്. പിന്നെ ചാൻസൽ എംബെമ്പ, ലില്ലിയുടെ ക്യാപ്റ്റനാണ്. അയാളാണ് അവരുടെ ക്യാപ്റ്റൻ, ഇതിലെ ക്യാപ്റ്റൻ. പിന്നെ ബുഷീരി, അതുപോലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലെ മോട്ടോസാമി അല്ലെ, മോട്ടോസാമി. പിന്നെ ലൂട്ടൺ ടൗണിന്റെ കഴിഞ്ഞോടെയൊക്കെ നമുക്കറിയാം കയേംബെ എന്ന് പറഞ്ഞ പ്ലെയർ, അത് ഇവരുടെയാണ്. അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. നല്ല ഈ പറഞ്ഞ പോലെ അറ്റാക്കിങ്ങിലാണ് ഒരു പ്രശ്നം. അറ്റാക്കിംഗ് പ്ലേയേഴ്സ്. അതെ അതെ. ബോട്സ്വാന എനിക്കറിയില്ല, ബോട്സ്വാന അവിടെ ഒരു ടൂർ പോയാൽ കൊള്ളാന്നൊക്കെ ആയിട്ട് കുറച്ചു കാലമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം ബോട്സ്വാനയിൽ. അതിനൊരു ചാൻസ് കിട്ടിയപ്പോഴും പ്ലേയേഴ്സിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഈ ബോട്സ്വാന ലീഗ് കളിക്കുന്നവർ തന്നെയാണ് അവരുടെ പ്ലേയേഴ്സ് ഒരുവിധം എല്ലാവരും. അതിന് പുറത്ത് പോയി നമുക്ക് പരിചയമുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ആരുമില്ല. അപ്പൊ എന്തായാലും അവിടെ ടൂർ പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ കാണാൻ പറ്റിയിരിക്കും. എല്ലാ പ്ലേയേഴ്സും അവിടെ തന്നെ ഉണ്ടാവില്ല. അപ്പൊ ആഫ്കോൺ ഒക്കെ കണ്ട് പ്ലേയേഴ്സിനെയൊക്കെ ഒന്ന് പഠിപ്പിക്കട്ടെ, പഠിച്ച് മനസ്സിലാക്കട്ടെ. We'll go to Group E. Algeria, Burkina Faso, Equatorial Guinea and Sudan. I think എല്ലാവർക്കും അറിയാം Algeria clear favorites. Yes, with Riyad Mahrez, Aït-Nouri fit ആയില്ല വീണ്ടും. Aït-Nouri is fit. അവർക്കിപ്പം ഉള്ളൊരു ഇഷ്യൂ എന്താ വെച്ചാൽ ഹൊസെം ഔറാർ അവൻ ഇഞ്ചേർഡ് ആണ്. ഹീസ് ഔട്ട് ഓഫ് ദ ആഫ്കോൺ. ഈ മെനിയാത്ത ട്രെയിനിങ്ങിൽ ഇഞ്ചുറി ആയതാണ് തേഴ്സ്ഡേ. പക്ഷെ അതിന് പകരം ഇതൊരു ചെറിയൊരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ ആയിരുന്നു. ഇതിന്റെ മുന്നേ ഒരു ഹിമാദ് അബ്ദാലി, റേഞ്ചേഴ്സിന്റെ മിഡ്ഫീൽഡർ, ഹി വാസ് ആക്ച്വലി ഒമിറ്റഡ്. എന്തായാലും ഈ ഒരു ഇഞ്ചുറി കാരണം അവന് തിരിച്ചു വരാനും പറ്റി. സോ ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല എന്നുണ്ടെങ്കിലും സ്റ്റിൽ ഒരു മോശമില്ലാത്തൊരു പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ തന്നെ അവർ കൊണ്ടുവരാൻ പറ്റി. പിന്നെ സിദാന്റെ മോനാണ് അവരെ ഇപ്പോഴത്തെ കീപ്പർ. അവരെ യൂഷ്വൽ കീപ്പർ ഇഞ്ചേർഡ് ആണ്. സോ ലൂക്ക സിദാൻ ആയിരിക്കും അവരെ സ്റ്റാർട്ടിംഗ് കീപ്പർ. ഐ തിങ്ക് ഈ ഗ്രൂപ്പില് അൾജീരിയ വിൽ ക്വാളിഫൈ ഫോർ ഷുവർ. ആൻഡ് ഐ തിങ്ക് ബുർക്കിനോ ഫാസോ
നമുക്കറിയുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. സൊട്സോബ ഉണ്ട്, ബെൻഡ്രൻ ട്രയറി ഉണ്ട്, ഒട്ടാര ഉണ്ട്. ബിക്കോസ് എസ്പെഷ്യലി ഈ ഇക്വറ്റോറിയൽ ഗിനി ആൻഡ് സുഡാൻ വലിയ അല്ല. ഈ ഇക്വറ്റോറിയൽ ഗിനിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ആഫ്രിക്കൻസിനെ ഇതിന്റെ മനസ്സിലാവുള്ളൂ. ഒരുപാട് ഗിനിയുണ്ട്, പാപ്പാനി ഗിനിയുണ്ട്, വെറും ഗിനിയുണ്ട്, ഇക്വറ്റോറിയൽ ഗിനിയുണ്ട്, അങ്ങനെ ഒരുപാട് ഗിനിയ ഉള്ള ഇതാണ്. ഐ തിങ്ക് വി വിൽ ജസ്റ്റ് അൽജീരിയനെ കുറിച്ച് പിന്നെ നിങ്ങൾക്ക് വേറെ പറയാനുണ്ടോ? ഐ തിങ്ക് സെമി ഫൈനൽ ഫേവറേറ്റ്സ് എനിക്ക് തോന്നുന്നു അല്ലേ? സെമി ഫൈനൽ ഫേവറേറ്റ്സ് ഉണ്ട്. കാരണം അവർക്ക് അവരെ അറ്റാക്കിംഗ് അല്ല, അവരെ എൻറ്റയർ ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഡോട്ട്മുണ്ടിന്റെ CB ഉണ്ട്, റാമി, പിന്നെ നമ്മള് എക്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പണ്ട് നമ്മള് ലോവറിന് റീപ്ലേസ്മെന്റ് ആയിട്ടുണ്ടായിരുന്ന പ്ലാൻ ചെയ്തിരുന്ന ഒരു മന്തി ഉണ്ടായിരുന്നു, ഐസാമന്തി. സോ അതായാലും ഐറ്റ്നൂറി, എല്ലാവരും നോൺ യൂറോപ്യൻ ക്ലബിൽ എല്ലാവരും സ്റ്റാർട്ടേഴ്സ് ആണ്, ബാക്കപ്പ് പോലും അല്ല. പല ക്ലബിലും പല സ്റ്റാർട്ടേഴ്സ് തന്നെയാണ്. മിഡ്ഫീൽഡിലാണെങ്കിൽ ബെന്നക്കർ ഉണ്ട്. സോ ഇറ്റ്സ് എ സ്റ്റാർ സ്റ്റാർട്ടഡ് ലൈനപ്പ്. പക്ഷെ ആർക്കും ഒരു ഈഗോയിഷ് കൈൻഡ് ഓഫ് പേരുകളും അല്ലതാനും. എല്ലാവരുമായിട്ട് ഒന്ന് സെറ്റായി കളിക്കും. മാരേസ് വി ഓൾ നോ ഹൗ ഇറ്റ് ഈസ്. അമോറ ആയിരിക്കും മിക്കവാറും അവരെ സ്ട്രൈക്കർ, സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കുക. ഞാൻ നോക്കുന്നത് ഇവരുടെ നല്ല യങ് ടാലൻസ് ഉണ്ട് ഇവരുടെ ടീമില്. ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നതില് ഫാരിസ് ചൈബി ഉണ്ട് ഫ്രാങ്ക്ഫർട്ടില്. ഒരു വളരെ യങ്ങായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. നല്ല രസമുള്ള കളിയാണ്. അതുപോലെ ഒരു റൈറ്റ് ബാക്ക് ഉണ്ട്. അവര് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കളിക്കുമെന്നറിയില്ല. എന്തായാലും റഫീഖ് ബെൽഗാനി, ഹെല്ലസ് കളിക്കുന്ന പ്ലെയറാണ്. അതെ ആളുടെ ആ പ്ലേയേഴ്സിനെ ഒക്കെ നോക്കുകയാണ്. നല്ല രസമായിരിക്കും അവരുടെ കളിയൊക്കെ നോക്കാൻ. കാണുമ്പോ വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ട്രാൻസ്ഫർ നമുക്ക് ടാർഗറ്റ്സ് വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന പ്ലേയേഴ്സ്, എസ്പെഷ്യലി when you look at teams like നൈജീരിയ, അൽജീരിയ, മൊറോക്കോ, അവിടെ വരുന്ന ഈ ബെഞ്ച് പ്ലേയേഴ്സ് ആണെങ്കിലും backup players ആണെങ്കിലും they are quite good and all of them are playing in top European clubs, so we can keep an eye on them. Next group, the final group F, Ivory Coast, വേറൊരു ടൈറ്റൻസ് ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ. ഐവറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്ക ഫുട്ബോൾ ഫാൻസിനും ആദ്യമേ ഓർമ്മ വരുന്ന പേര് ഡിഡിയർ ഡ്രോഗ്ബയാണ്. സോ ഐവറി കോസ്റ്റ് this time ഐവറി കോസ്റ്റ് എന്നാണോ അതോ ഐവറി കോസ്റ്റ് ആണ് ഇംഗ്ലീഷ് നെയിം, കോട്ട് ഡിവോർ ആണ് ഫ്രഞ്ച് നെയിം. സോ ഐവറി കോസ്റ്റിന്റെ ടീം എടുത്ത് നോക്കിയാല് again there are so many players we know. They have Romero Ndike ഉണ്ട്, they have Sangare, they have Fofana, they have Seri, they have Diallo, they have Zaha, they have Torre, they have Haller നമ്മൾ ഒരുപാട് ട്രാക്ക് ചെയ്ത പ്ലെയർ ആയിരുന്നു ആക്ച്വലി, ഫോർവേഡ് ആയിട്ട് ഉട്രക്കിലുള്ളത്. ആൻഡ് ഐ തിങ്ക് when you look at Ivory Coast, it's a chance for Amad Diallo to actually come out of the എന്താ പറയാ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ അവിടെ എവിടെയും കളിക്കുന്ന. I think Amad Diallo has a very good chance to shine in the tournament because അവിടെ ഒരു സൈഡിൽ Zaha ഉള്ളത്, then Kessie ഉണ്ട്, but Amad Diallo is in a very എന്താ പറയാ ഡിയാലോയുടെ കാര്യം, Diallo is in a very good form and I personally feel his formation, his position is not that clear in United. കാരണം അവിടെ എംബേമോം കുഞ്ഞിയൊക്കെ വന്നതോടുകൂടി ഡിയാലോ വിങ് ബാക്ക് കളിക്കുന്നുണ്ട്, മിഡ്ഫീൽഡ് ഒരു സ്റ്റേബിൾ പൊസിഷൻ പുള്ളിക്കില്ല. സോ ഐ തിങ്ക് ഹി ക്യാൻ റിയലി മേക്ക് ഹിസ് പ്ലേസ് ഹിസ് ഓൺ ഇൻ ദിസ് ടീം. ഐവറി കോസ്റ്റ് അഗെയിൻ ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അനദർ ടീം വിത്ത് ഇഷ്യൂസ്. ഈ ഒരു ഇഷ്യൂ ഇസ് എ വെരി കോമൺ പ്രോബ്ലം ഇൻ ആഫ്രിക്കൻ ഫുട്ബോൾ. ഇപ്പൊ കാമറൂണിന്റെ കേസിൽ നമുക്കറിയാം, ഇപ്പൊ 2 ടീമുണ്ട് അവർക്ക്. അപ്പോ അതുപോലെ ഒരുപാട് ബോർഡ് ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഒരു ലീഗാണ്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് കറപ്ഷൻ ഇൻ ആഫ്രിക്കൻ ഫുട്ബോൾ. സെയിം കോഴ്സ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ. ബ്രസീലും അർജന്റീന അല്ലാണ്ട് ചിലിയിലാണെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു കറപ്ഷൻ പ്രോബ്ലം ഉണ്ട്. വിൻ ലുക്ക് അറ്റ് ക്രിക്കറ്റ്, വെസ്റ്റ് ഇൻഡീസ് ബോർഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്കറിയാം ക്രിക്കറ്റ് കാണുന്നവർക്ക്. സോ അതുകൊണ്ട് മോസ്റ്റ് ടീംസ് കാൺട്ട്
what do you call that, അവരുടെ ഫുൾ പേപ്പറിൽ പൊട്ടൻഷ്യൽ നല്ലതാണെന്ന് വെച്ചിട്ട് കാര്യമില്ല. ലൈക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇപ്പം അവർ യൂറോപ്പിൽ കളിക്കുന്ന ഫോം അവർക്ക് ആഫ്രിക്കൻ നേഷൻസിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്, എസ്പെഷ്യലി വിത്ത് ഫെസിലിറ്റീസ് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് അഗെയിൻ ഐ തിങ്ക് ഐവറി കോസ്റ്റ് will be there and thereabout. They will. ഐവറി കോസ്റ്റ് ഇപ്പം സാഹ ഒക്കെ ആണെന്നുണ്ടെങ്കിലും 30+ ഏജ് ആയിട്ടുണ്ട്, എല്ലാ കളിയും കളിക്കണം നിർബന്ധമില്ല. റൈറ്റ് നോ ഹി ക്യാൻ പ്ലേ സം ആൻഡ് ഹി ക്യാൻ സിറ്റ് ബാക്ക്. കാരണം എന്താ പറയുക, ഡിയാലോ ഉണ്ട്, മറ്റേ RB ലൈസ്ബർഗിന്റെ ഡിയാമൻഡെ ഉണ്ട്. സോ ദേ ഹാവ് എക്സൈറ്റിംഗ് പ്ലേയേഴ്സ് ദാറ്റ് ക്യാൻ കം അപ്പ് ആൻഡ് സ്റ്റാർട്ട് ഓൾസോ. ആ ഒരു ക്വാളിറ്റി ഡ്രോപ്പ് ഇല്ലാണ്ട് തന്നെ കളിക്കാൻ പറ്റും. At the same time, Group D, which has Ivory Coast, Cameroon, Gabon, and Mozambique is they are considering as the group of death. Yeah. Because Gabon is very strong with the Aubameyang and like it's a good cohesive team. At the same time, Cameroon കുറിച്ച് പറയുകയാണെങ്കിൽ they have Mbeumo, again another Premier League. ക്യാമറൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഷോ ഇറക്കാനുള്ള സാധനം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാരും കൂടി ടീമിലെത്തുന്നതിന് മുന്നേ. ഇപ്പോഴും രണ്ട് ടീം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഏറ്റവും ചൂസ് ചെയ്ത ടീമായിരിക്കും മിക്കവാറും വരിക, സിൻസ് ഹി ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദം. പഴയ കോച്ച് പറയുന്നു എന്നെ പുറത്താക്കിയിട്ടില്ല എന്ന്, പുതിയ കോച്ച് പറയുന്നു ഞാനാണ് ഇവിടുത്തെ കോച്ച്. എന്നിട്ട് എന്താ രണ്ട് കളിച്ചിട്ടും ഒനാന ഇല്ല ടീമിൽ. പാവം. പിന്നെ വേറൊരു ഇതുള്ളത് ഈ ഗ്രൂപ്പിലെ യുണൈറ്റഡ് ഫാൻസിനെ നോക്കിക്കഴിഞ്ഞാൽ എംബുമെ വേഴ്സസ് ഡിയാലോ അങ്ങനെ മാച്ച് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ആക്ച്വലി നല്ലൊരു ടീമാണ് കാമറൂൺ. സ്റ്റിൽ അവരെ എത്രത്തോളം ഈ ഇഷ്യൂസ് എഫക്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എൻറ്റയർലി ഡിഫറെന്റ് ഇഷ്യൂ ആയിരിക്കണം. ഈ പറയുന്ന ഈ സ്പ്ലിറ്റ് ഉണ്ടാവും, ചിലർക്ക് പഴയ കോച്ചിന് താല്പര്യമുള്ളവരുണ്ടാവും, ചിലർക്ക് പുതിയ കോച്ചിന് താല്പര്യം ഉണ്ടാവും. അപ്പം ആ ഒരു uncertainty they still have, but on paper another great team. എന്റെ ഒരു ഡൗട്ട്, സ്വരൂപ് സ്റ്റക്ക് ആയതാണോ സ്റ്റക്ക് ആയ പോലെ ഇരിക്കുന്നതാണോ? എന്തോ ടൈപ്പ് ചെയ്യണ പോലെ കാണാനുണ്ട്. അല്ല സ്റ്റക്ക് ആയതാ അല്ല പോയി, കുഴപ്പമില്ല. സോ ഞാൻ ചുമ്മാ we finished all the groups. We will make a small prediction now about who you think will make the semi-finals. First, Sudeepa. ടഫാണ്. ഒന്ന് മൊറോക്കോ എന്തായാലും സെമിയിലെത്തും. മൊറോക്കോ, ഈജിപ്റ്റ്, മേ ബി ഈജിപ്റ്റ്. പിന്നെ ഉള്ളത് സെനഗൽ. ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട് സെനഗൽ എന്നാലും എത്തുമെന്ന് തോന്നുന്നു. പിന്നെ ടുണീഷ്യ, മേ ബി ടുണീഷ്യ. ഇതാണ് എന്റെ പ്രഡിക്ഷൻ. യെസ്, ഈജിപ്ത്, മൊറോക്കോ, അൾജീരിയ, ഇവര് മൂന്നെന്തായാലും ഉണ്ടാവും. നാലാമത്തതിൽ നൈജീരിയ പ്രോബബ്ലി. കാരണം അവരെന്തില്ല എന്ന് പറഞ്ഞാലും ഇഫ് ഒസിമൻ ഗെറ്റ്സ് എ ചാൻസ് ഹീൽ സ്കോർ. അതുപോലത്തെ കുറെ പ്ലേയേഴ്സ്, ആ പൊട്ടൻഷ്യൽ പ്ലേയേഴ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ ക്വാളിറ്റി വെച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്ന കോലത്തിലുള്ളത്. സോ പ്രോബബ്ലി നൈജീരിയ. സ്വരൂപ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ കേൾക്കാനുണ്ടോ? കേൾക്കാം, പറഞ്ഞോ. സ്റ്റേബിൾ ആണോ? സ്റ്റേബിൾ ആണ്. ഓക്കെ. സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ് രണ്ടുപേരും ക്വാളിഫൈ ആവും. പിന്നെ തേർഡ് ടീം നൈജീരിയ, ഐവറി, സോറി ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് ആ ബ്രാഞ്ച് എങ്ങനെയാ വരിക എന്നുള്ളത് കറക്റ്റ് അറിഞ്ഞൂടാ. ബ്രാഞ്ചിങ് നോക്കണം. അല്ല, ഒരു ബേസിക് ഇത് വെച്ചിട്ട് ഐ തിങ്ക് ഫ്രം ടോപ്പ് ഹാഫ് മൊറോക്കോ ഫോർ ഷുവർ, ഈജിപ്റ്റ്, സെനഗൽ and Ivory Coast is what I feel. Let's see. Anyway, we did a small എന്താ പറയുക, ഒരു പ്രിവ്യൂ പോലെ ചെയ്തതാണ്. നമുക്ക് എന്താണ് ആഫ്രിക്കൻ നേഷൻസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഡിസ്ട്രാക്ഷൻ ആണ്, അതായത് പ്രീമിയർ ലീഗിന് ഇടയിൽ കൊണ്ടുപോയിട്ട്
ഇത് കൊണ്ട് വെക്കുന്നത് എന്തിനാന്നുള്ളത്. അപ്പൊ അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെന്റ് ആണ്. ആൻഡ് ദേ ക്യാൻ ഓൺലി പ്ലേ ഡ്യൂറിംഗ് ദിസ് ടൈം. ഒരു തവണ ട്രൈ ചെയ്തു സമ്മറിൽ, ബട്ട് ഇറ്റ് കാൺ വർക്ക് ഇൻ ആഫ്രിക്ക ഡ്യൂറിംഗ് സമ്മർ. സോ നല്ല ടൈമിങ്സ് ആണ്. മൊറോക്കോ ആയതുകൊണ്ട് ഈവനിങ് 5 o'clock to night 12 o'clock പ്രീമിയർ ലീഗ് ടൈമിങ്സ് ആണ്. എല്ലാവരും കാണണം. ആഫ്രിക്കൻ ഫുട്ബോൾ ഇസ് റിയലി നൈസ് ടു വാച്ച് ആക്ച്വലി. കുറച്ചും കൂടി അൺപ്രഡിക്റ്റബിൾ ആണ് ആഫ്രിക്കൻ ഫുട്ബോൾ. ടാക്ടിക്സിന്റെ കാര്യമാണെങ്കിലും ഫ്ലയറിന്റെ കാര്യമാണെങ്കിലും. സോ വാശിയുടെ കാര്യമാണെങ്കിലും ഭയങ്കര പാഷനറ്റ് ആണ്. അപ്പോ ഐ തിങ്ക് വൺസ് ഒരു സെമി ഫൈനലിലേക്ക് എത്തുമ്പോൾ വി ക്യാൻ ഡു അനദർ ഷോ അല്ലെ. ഒരു സെമി ഫൈനലിന്റെ ലൈനപ്പ് വെച്ചിട്ട് ഇതുവരെയുള്ള മാച്ചസിനെ കുറിച്ച് നമുക്ക് ഒരു ഷോ ചെയ്യാവുന്നതാണ്. വി വിൽ ബി ബാക്ക് വിത്ത് our regular podcast tomorrow after all the games this weekend. And സ്വരൂപിന് എന്തെങ്കിലും പറയണോ? സ്വരൂപിനൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സുദീപ് എന്തെങ്കിലും പറയണ്ട? ഇല്ല, വേറെ ഒന്നും പറയില്ല. നിങ്ങളും ആഫ്കോൺ കാണുക. ആഫ്കോണില് നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് എടുത്തിട്ട് ആഫ്കോൺ കാണാം. ആഫ്കോൺ കാണാം. അതുപോലെ നിങ്ങളുടെ പ്രഡിക്ഷൻസ് നമ്മുടെ ഇതില് കമന്റ്സ് ആയിട്ട് പ്രഡിക്ഷൻസ് ഇടാം. ഞങ്ങൾ പറഞ്ഞ പോലെ ആവില്ല നിങ്ങളുടെ പ്രഡിക്ഷൻ. അപ്പൊ നിങ്ങൾ പ്രിഡിക്ട് ചെയ്യാം. വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവരും ആഫ്കോൺ എൻജോയ് ചെയ്യുക. അതുപോലെ നമ്മുടെ മാച്ചസ് എൻജോയ് ചെയ്യുക. നമ്മൾ നല്ല മൂവ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ.